നിങ്ങൾ മഹാന്മാരായ സയ്യിദന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ദാറുൽ ഹുദയുടെ സ്റ്റേജിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട് മുസ്ലിയാമാരെ. അതിന്റെ പുറമെ നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം തങ്ങളും കൊടുത്തിരിക്കുന്ന 1000 റുപ്യ പള്ളിക്ക്. ഇപ്പൊ തങ്ങളെ മുമ്പ് പറയാ 40% കമ്മീഷനാണ്. ആര്? ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ. അപ്പൊ ചെറിയ കളവ് പറഞ്ഞുകൂടല്ലോ, വൈസ് ചാൻസലർ അല്ലേ, വലിയ കളവ് പറഞ്ഞടാ. പണം പിരിക്കാനുള്ള കൂപ്പൺ എന്ന് പറഞ്ഞാൽ അതിൽ ക്രമനമ്പറുകൾ ഉണ്ടായിരിക്കണം, ക്രമനമ്പറുകൾ വേണം. ഇതിലൊരു നമ്പറുമില്ല. അതേത് കിതാബിലുള്ളത്? പണം പിരിക്കാനുള്ള കൂപ്പൺ ആണെങ്കിൽ അതിന്മേൽ സംഖ്യ വേണം, ഇതിന്മേൽ ഒരു സംഖ്യയുമില്ല. ഇരയുടെ ആരോഗ്യമനുസരിച്ച് അതേത് കിതാബിലുള്ളത്? സമസ്തയായത് കിതാബ് പറഞ്ഞോ? ഏത് കിതാബിലുള്ളത്? ഇയാൾ ഓഡിറ്ററാ. വിദേശത്ത് പോകുന്നവർക്ക് അറിഞ്ഞൂടെ അവിടെ പണം പിരിക്കണമെങ്കിൽ അതിനെന്തെല്ലാം പറ്റൂ എന്നൊക്കെ പറ്റൂല. ബാക്കി എത്ര സംഖ്യ വേണമെങ്കിലും ഇതിന് വാങ്ങാവുന്നതാണ്. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്തൊരു പെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് 60% നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി, ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനതുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ സനത് പിന്നെ പറയും. ചൊല്ലിച്ചില്ലേ? പറയട്ടെ. പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം. ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈയിൽ നിന്ന്. ആധികാരികമായി ചെമ്മാട് എന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഉസ്താദിന്റെ പേരിൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞു. അതായത് JP കമ്മീഷൻ വ്യവസ്ഥയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് കായക്കൊടിയിലുള്ള ഒരു മുസ്ലിയാർ ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പിരിവ്, അത് കമ്മീഷൻ ഉണ്ടാക്കാൻ പണിയാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട് അള്ളാഹ് തൗഫീഖോടുകൂടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും പോയി വേങ്ങാട് ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് തിരാനൂർ പോയിട്ട് രേഖകളിൽ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബോംബെ പോയി വിരോധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ അല്ലെന്നില്ല, അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, അത് വാങ്ങൂല്ല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം കണ്ടില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ അതിന്റെ പൈസ വാങ്ങിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ വന്നിട്ടില്ല. പറഞ്ഞിട്ട് പറയുന്നറിയുള്ളൂ. സുഹൃത്തുക്കളെ, വലിയ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട്, ജനങ്ങളോട് പിരിവ് എടുത്തിട്ട് പരിപാടി നടത്തിയിട്ട് അതിന്റെ സ്റ്റേജും വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലുള്ള സയ്യിദന്മാരെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി.